Thank you, Jesus. ദൈവം യോജിപ്പിച്ചു നമ്മെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു. ദാനമാം മക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം. വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരുനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി നിങ്ങൾക്കായി വീണ്ടും ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ദമ്പതികൾ അവരുടെ ലൈഫിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ ഒരു കപ്പിളിൽ ശരിക്കും ഏറ്റവും ഹാപ്പിനെസ് വരുന്നത് ഈ ഒരു ഗുഡ് ന്യൂസ് അറിയുമ്പോഴും ആ ഇത് പുറത്തേക്ക് ശരിക്കും ഷെയർ ചെയ്യുമ്പോഴുമാണ്. അതെ, അത് അവർ മറ്റുള്ളവരിലേക്ക്, അവരുടെ പേരൻസ്, സിബ്ലിങ്സ്, അവരിലേക്കൊക്കെ അറിയിക്കും, മക്കള് അവരിലേക്കൊക്കെ അറിയിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഇറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ഓൾസോ വെരി ചാലഞ്ചിങ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കൺസീവ് ചെയ്തത്, ദ മൊമെന്റ് വി കൺസീവ്, ആ സന്തോഷ വാർത്ത എങ്ങനെയാണ് നമ്മൾ ലോകത്തിലേക്ക് അറിയിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന നമ്മുടെ ടോപ്പിക്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് വിശിഷ്ട അതിഥി വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജെറിനച്ചൻ്റെ സിസ്റ്ററാണ്, റിൻസി ചേച്ചി. റിൻസി ചേച്ചി കോട്ടയത്തു നിന്നാണ് വരുന്നത്. റിൻസി ചേച്ചി 2 മക്കളും കൂടെ ഒപ്പം കൂടിയിട്ടുണ്ട്. മക്കളുടെ പേരെന്ന് പറയാവോ? എൻ്റെ പേര് ഏഞ്ചൽ. ഏഞ്ചൽ. എൻ്റെ പേര് ജിയോ. ജിയോ. എത്രയിലാ പഠിക്കുന്നേ? ഞാൻ 3-ല്. ഞാൻ 2. വെരി ഗുഡ്. സോ വെൽക്കം ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഗുഡ് ന്യൂസ് അറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വാവേനെ അറിയുന്ന ആ ഒരു സംഭവമൊക്കെ ഹാൻഡിൽ ചെയ്തതെന്ന് പറയാമോ? ശരിക്കും അത് പറയുന്നതിന് മുമ്പ് ചേച്ചി ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ്. അതെ, അത് പറയാനായിട്ടാണ് മെയിൻലി വിട്ടുപോയത്. ചേച്ചി കൺസീവ് ചെയ്തിരിക്കുകയാണ്. ഷീസ് എക്സ്പെക്ടിങ്. എത്ര മാസമായി? എനിക്കിപ്പോൾ 6 മാസമായി. ടിൻസും ആണ്. ഓ വാവ്, ട്വിൻസ്. ഓക്കെ. അപ്പോൾ ചേച്ചി ഒന്ന് പറയാമോ, എങ്ങനെയാണ് ചേച്ചി ഇത് അറിഞ്ഞപ്പോൾ വാവേനെ? ഇതറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മക്കളാണേലും ഭയങ്കര പ്രാർത്ഥനയൊക്കെയായിരുന്നു. ഒരു 3 വർഷം മുമ്പ് തന്നെ ഞങ്ങളൊരു പ്രയറിന് പോയപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ പ്രയർ ചെല്ലുന്ന ധ്യാനഗുരു പറഞ്ഞു, മക്കളില്ലാത്ത ദമ്പതികൾ എണീറ്റ് നിൽക്കുക, അവർക്കൊരു പ്രത്യേക പ്രയർ ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മടിയിൽ മോനിരിക്കുവാണ്. എനിക്ക് മക്കളുണ്ട്, നമുക്കത് മനസ്സിലാകും മക്കളില്ലാത്ത ദമ്പതികൾക്കാണ്. അപ്പോൾ മോൻ 3 വയസ്സ്, UKG LKG ആയിട്ടേ ഉള്ളൂ. അന്നേരത്തേക്കും അമ്മയ്ക്ക് ബേബീനെ വേണ്ട, അമ്മ എണീക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ എണീറ്റില്ല. ഉടനെ മോൻ എണീറ്റ് നിന്ന് കയ്യൊക്കെ ഉയർത്തി നിന്ന് ധ്യാനഗുരുവിൻ്റെ ബ്ലെസ്സിങ് എല്ലാം മേടിച്ച് നമുക്ക് വീട്ടിൽ ബേബി വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. ജിയോ ആണോ? അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. കാരണം ഞങ്ങൾ ഫ്രണ്ടിലിരിക്കേണ്ടത് ഫുള്ള് സിസ്റ്റേഴ്സിൻ്റെ റോ, പിന്നെ അമ്മമാർ എല്ലാവരും നോക്കുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചെണീറ്റ് നിന്ന് മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് വന്നു. അവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും പ്രയർ ചെല്ലുന്നുണ്ടായിരുന്നു. എന്ത് പ്രയർ പറഞ്ഞു കൊടുത്താലും, ഉദ്ദിഷ്ടകാര്യ സാധി പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്താൽ ആദ്യം അവരുടെ ഒരു പ്രധാന നിയോഗം തന്നെ അവരുടെ വീട്ടിലൊരു ബേബി വേണമെന്ന് തന്നെയായിരുന്നു. അവിടെ ഒരു 60 പ്രാവശ്യം നമ്മൾ ത്രീത്വസ്തുതി ചൊല്ലി ഔസേപ്പിതാവിന് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏഞ്ചൽ എപ്പോഴും ചെല്ലുമായിരുന്നു. അത് ഏഞ്ചലിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കൊന്തയെടുക്കുക, ഒരു കൈ കൊണ്ട് പിതാവിനും പുത്രനും ചെല്ലുക, ഒരു കൈയിട്ട് കൊന്തമണി ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയായിരുന്നു ഏഞ്ചൽ. രണ്ടുപേരും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങളും ആണെങ്കിലും പ്രയർ ചെല്ലുമായിരുന്നു.
ഞങ്ങൾ രണ്ടും വിദേശത്താണ്. അപ്പോൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോണിലൂടെ കൊന്ത ചൊല്ലി അല്ലെങ്കിൽ വചനം പറഞ്ഞു 33 പ്രാവശ്യം ഓരോ വചനങ്ങൾ ഞങ്ങൾ പറയുമായിരുന്നു. പിന്നീട് ഞങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇവർ ഇച്ചിരി ഉഴപ്പൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ വീഡിയോ കോൾ വഴി 3 പേര് 3 സ്ഥലത്തിരുന്ന്, ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, ഞാനൊരു സ്ഥലത്ത്, മക്കളും മമ്മിയും വേറൊരു സ്ഥലത്ത്, ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഞങ്ങൾ പിന്നെ അരമണിക്കൂറോളം എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് വചനങ്ങൾ എഴുതുമായിരുന്നു. 1000 പ്രാവശ്യം ഒരു വചനം എടുത്ത് ഇങ്ങനെ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഇവരെ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ജിയോയ്ക്ക് ഒരു ബേബി വേണം, ഏഞ്ചലിനൊരു ബേബി വേണം. അവരങ്ങ് പ്രാർത്ഥന തുടങ്ങി. എവിടെ പോയാലും അവരുടെ പ്രാർത്ഥന. സൺഡേ സ്കൂളിൽ മാത്രമേ സൺഡേ ഞങ്ങൾക്ക് പള്ളി ഇച്ചിരി ദൂരം, അപ്പോൾ സൺഡേ മാത്രമേ ഒരു പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ 4 times ഞാൻ പ്രാർത്ഥിക്കുമെന്നാണ് പറയണത്, ബേബി വേണമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2.5 മാസമായി സ്കാൻ ചെയ്തപ്പോൾ 2 പേർക്ക് ഒരേ ബേബി. എനിക്ക് ടിങ്സ് ആണെന്ന് അറിഞ്ഞു. വെരി ഗുഡ്. ഇഷ്ടമാണോ വാവമാരെ? ശരിക്കും ഇഷ്ടം? അതുകൊണ്ട് തന്നെ ചോദിച്ചു മേടിച്ചാണല്ലേ, 2 വാവമാരെ ചോദിച്ചു മേടിച്ചാണല്ലേ? എങ്ങനെയാ നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തോ വാവയ്ക്ക് വേണ്ടിയിട്ട്? പറയാമോ? ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു അമ്മയ്ക്ക് ഒരു കുഞ്ഞാ വേണ്ടാനുള്ള കാര്യം. ഓ, ജിയോ കുട്ടനോ? ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കണ കുഞ്ഞാവ് വെളിയിൽ വരുമ്പോൾ ഒരു രോഗം ഉണ്ടാകാതെ കാത്തുകൊള്ളണം. അയ്യോടാ, ശരിക്കും മക്കളുടെയൊക്കെ ആ ഒരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു. അവര് തന്നെ പറയും, മമ്മി എപ്പോഴും വിളിക്കുമ്പോൾ പറയും, നമ്മളൊന്നും ഇത്രയും പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ബെഡ്റൂമിലാണെങ്കിൽ ഓൾറെഡി 2 ബെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബെഡിൽ കടത്തണ്ട, ഞങ്ങൾ കൂടി കിടക്കുമ്പോൾ കുഞ്ഞാവേനെ ചവിട്ടുമൊക്കെ ഉറക്കത്തിൽ ഞങ്ങൾ കുഞ്ഞാവേനെ ഉപദ്രവിക്കാനൊക്കെ ഇതുണ്ട്. അവിടെ അമ്മേനെ അപ്പുറത്ത് മുറിയിൽ കിടത്തണം, അവിടെ ഒരു ബെഡ് കൂടി ഇടണം, 2 ബേബി വരുന്നുണ്ട്, ഒരു തൊട്ടിൽ വീട്ടിലുണ്ട്, നമുക്ക് 2 തൊട്ടിലാക്കണം. അപ്പം മമ്മി തന്നെ പറയും, നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ TV-യിൽ പരസ്യം കണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും കുഞ്ഞുവാവ വരുമ്പോൾ അമ്മ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ, നല്ല ഹെൽത്തി ബേബി ആണെങ്കിൽ ഹോർലിക്സ് വാങ്ങി വെക്കണം. അമ്മ വരുമ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ പാലിട്ടത് കൊടുത്തു തുടങ്ങണം. പിന്നെ അവർ ഡിവൈഡ് ചെയ്തു, മുകളിലത്തെ നില വീട്ടിൽ ആരും താമസിക്കുന്നില്ല. ഒരു ബേബി ഉണ്ടായി കഴിയുമ്പോൾ ഒരു ബേബിയായിട്ട് മോൾ ഒരു മുറിയിലും അപ്പുറത്തെ മുറിയിൽ മോനും ഒരു ബേബി. അവർ തന്നെ ഡിവൈഡ് ചെയ്തു. പിന്നെ അവർ തന്നെ കുളിപ്പിച്ചോളും, പാമ്പർ മാറ്റിക്കോളും. ഇതെല്ലാം എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചിയുടെ കുട്ടി അമ്മച്ചി ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ചേക്കുക, നമ്മളൊന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം സൂക്ഷിച്ചു വെക്കും. ബേബികളെ ഇവരുടെ സ്കൂളിൽ തന്നെ വിടുന്നത്. അപ്പം ഇനി ബേബികൾ സ്കൂളിൽ പോകുമ്പോൾ അത് മമ്മി നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവരുടെ ബുക്കെല്ലാം സൂക്ഷിച്ചു വെക്കണം, ബേബികളെ അവിടെ തന്നെ പഠിപ്പിക്കണം. അപ്പോഴത്തേക്കും അത് അന്നേരം ഞാൻ പ്രഗ്നൻ്റ് ആണതിന് മുന്നൊക്കെ മമ്മി ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഇവരിപ്പോൾ അതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. കൊള്ളാം. ശരിക്കും ഇത് അമ്മ മാത്രമല്ല, ഇത് അമ്മയും അപ്പനും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മിടുക്കരാട്ടോ നിങ്ങള്. ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് അവിടെ കേൾക്കാനായിട്ട് ടോജിൻ ചേട്ടനും മീനു ചേച്ചി ഒരു ഗസ്റ്റിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ബ്രദർ തോമസ് പോൾ ആണ്. നമുക്ക് അവരിലേക്ക് പോകാം. ഹായ് ടോജിൻ. ഹായ് മീനു. ഹായ് മനു. ഹായ് അൽറിയ. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് തോമസ് പോൾ ബ്രദറാണ്. ബ്രദർ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. പ്രത്യേകം പറയേണ്ടത് 28 കൊല്ലമായി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് അങ്ങോളം ഇങ്ങോളം പല ഇടങ്ങളിലായിട്ട്. ബ്രദറിൻ്റെ വൈഫിൻ്റെ പേര് വത്സ. 2 മക്കളാണുള്ളത്. അവർ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 4 കൊച്ചുമക്കളും ഉണ്ട് ബ്രദറിന്. സോ വി വെൽക്കം യു ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ വരുമ്പോൾ ഒരപ്പൻ അമ്മ മാത്രമല്ലാതെ മറ്റ് ഒരുപാട് പേരുണ്ട് കുടുംബാംഗങ്ങളായിട്ട്. അപ്പോൾ അവരുടെ ഈ ഒരു കുഞ്ഞിൻ്റെ രൂപീകരണത്തിൽ ഈ കുടുംബാംഗങ്ങളുടെ പങ്കെന്താണ്, ഒരു റോൾ എന്താണ്? വെരി ഗുഡ്. കുടുംബാംഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഗ്രാൻഡ് പാരൻസാണ്. ആക്ച്വലി നൗ ഐ റിമെമ്പർ മാർപ്പാപ്പ എപ്പോഴും പറയാറുള്ളതെന്നാണ്, കുടുംബം എന്നത് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമല്ല, ഗ്രാൻഡ് പാരൻസും അപ്പൂപ്പനും അമ്മമ്മയും അല്ലെങ്കിൽ വല്യപ്പനും വല്യമ്മയും ഗ്രാൻഡ് പാരൻസ്, പാരൻസ് ആൻഡ് ചിൽഡ്രൻ, അതാണ് കുടുംബം. ഈ കോൺസെപ്റ്റ് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. അതുകൊണ്ട് അവരെ വെൽക്കം ചെയ്യണം.
പ്രധാനമായിട്ട്. അവർ നമ്മുടെ ഇന്നത്തെ ന്യൂക്ലിയസ് ഫാമിലീസിൽ അങ്ങനത്തെ ഒരു അതിൽ നിന്നും വിപരീതമായിട്ട് ഉണ്ടെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മാതാപിതാക്കളെ ഇല്ലോസിനെ എല്ലാം വീട്ടിൽ കൊണ്ടുവരണം. അവരുമായിട്ട് അപ്പോഴാണ് ഒരു സ്നേഹബന്ധം അവിടെ ഉരുവാകുന്നത്. ആ സ്നേഹമാണ് ഈ കുഞ്ഞിലേക്ക് പകരേണ്ട ഒരു സ്നേഹം. ഒരു കുടുംബം എന്നാൽ കുടുംബോളിമ്പമുള്ളത്, ദാറ്റ് ഫാമിലി, എ ലവ് ഇൻ ദ ഫാമിലി, അത് പ്രൊഡ്യൂസ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം. അതേസമയത്ത് ഗ്രാൻഡ് പാരൻസ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുക. ആ സമയത്ത് ഗർഭിണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വാക്കുകൾ എന്നൊക്കെ പറയും, അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക. അവൾക്ക് പുളിയ മാങ്ങയാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അവൾക്കത് പുളിയുള്ള മാങ്ങയാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ അത് കൊടുക്കുക. അപ്പം പുളിയുള്ള മാങ്ങയുടെ എല്ലാ പോയിന്റ് അവളുടെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളതൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ അതാണ് ഗ്രാൻഡ് പാരൻസിൻ്റെ വശത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ. അവളെ സ്നേഹിക്കുക, അവൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഗർഭിണികളെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ നിർത്തുന്നത്. അപ്പോൾ അവൾക്ക് ആ അമ്മ വീട്ടിൽ ഒരു വളരെ ഹോംലി അറ്റ്മോസ്ഫിയറും അവളുടെ വാക്കുകളൊക്കെ തീർക്കുന്ന, അവളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അപ്പം അത് വളരെ നല്ലതാണ്. അവളെ പിന്നെ രണ്ടാമത് ഇപ്പോൾ അവർ വർക്കിംഗ് ലേഡി ആണെങ്കിൽ ആ സമയത്ത് വർക്കൊക്കെ നിർത്തി ഈ കുടുംബത്തിൽ സമയം ചെലവഴിക്കുക, സപ്പോർട്ടായിട്ട്. അപ്പം അതുപോലെ തന്നെ ഇപ്പം സിബ്ലിങ്സ്, അതായത് ഇപ്പം രണ്ടാമതൊരു കുട്ടി ജനിക്കാൻ പോകുന്നു. അപ്പം ആദ്യത്തെ കുട്ടിയെ ഈ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരുക്കണം? അല്ലെങ്കിൽ ഓൾറെഡി 2-3 കുട്ടികളുണ്ട് ഫാമിലിയിൽ. അപ്പം നാലാമതൊരാൾ വരുമ്പോഴത്തേക്കും മറ്റു കുട്ടികളെ അടുത്ത ആളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ ഒരുക്കണം എന്നുള്ളത്. അതായത് ഇപ്പം ഈ ഗർഭത്തിലുള്ള കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് ആ കൊച്ചിന് ഒരു രജിസ്റ്റർ ആവണമെന്നില്ല ഇപ്പം. പക്ഷേ ഈ മൂത്ത കുട്ടിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവരുത്, എന്നേക്കാളും കൂടുതൽ ഈ ഗർഭസ്ഥ കുഞ്ഞിനെയാണ് സ്നേഹിക്കുന്നതെന്നുള്ള ഫീൽ ഉണ്ടാകരുത് അവിടെ. ഇപ്പം മൂത്ത കുട്ടിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നൂ ഇപ്പം ഇനി എന്നേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനെയാണ് സ്നേഹിക്കണമെന്നുള്ള. അതുകൊണ്ട് അവൻ വന്നിട്ട് പിച്ച് മാന്തു ഇതൊക്കെ ചെയ്യും ആ മൂത്ത കുട്ടി. കാരണം ഹീസ് ഫീലിംഗ് ഇൻസെക്യൂർ ആവും, എന്നേക്കാൾ കൂടുതൽ ആ കുഞ്ഞിന്. അത് ഗർഭിണി ആകുമ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു. അതിന് നമ്മൾ പ്രതിവിധിയായിട്ട് ഇവനെ കൊണ്ട് സ്നേഹിപ്പിക്കണം. ഇതാ ഇത് നിൻ്റെ അനുജനാണ്, നിൻ്റെ അനുജത്തിയാണ്, നിനക്കൊരു ഭാവി ഉണ്ടാകാൻ പോവുകയാണ്, നിനക്കറിയോ. അങ്ങനെ അവനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. മൂത്ത കുഞ്ഞിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ രീതിയിലായിരിക്കണം. ഇടയ്ക്ക് നിൻ്റെ ഭാവയാണ്, ഒരു കുഞ്ഞു ഭാവേനെ കൊണ്ട് ഇത് ഇങ്ങനത്തെ ഭാവയാണ് വയറ്റിൽ, ഇത് നിനക്കുള്ളതാണ്, അത് നിൻ്റെ ആണിത്. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ തന്നെ എല്ലാവരും കുഞ്ഞിന് സമ്മാനമായിട്ട് വരുമ്പോൾ അവരോട് നേരത്തെ പറയും, ഇതിപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണേലും മുമ്പ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്ത് അയച്ചിട്ട് ആ കുഞ്ഞൊന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഈ മൂത്ത കുഞ്ഞിനെ ഫീൽ ചെയ്യണ പ്രായമാണ്. അതുകൊണ്ട് ആ സമ്മാനം അവന് കൊണ്ടുവന്ന് കൊടുക്കും, മൂത്ത കുഞ്ഞിന് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് നീ കൊടുത്തോ, അത് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ അങ്ങനെ ചെയ്തത് വാസ്തവത്തിൽ. ഞങ്ങളുടെ രണ്ടാമത്തെ ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഈ മൂത്തവന് സമ്മാനമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇമാജിൻ ചെയ്തു, ഇപ്പം നമ്മൾ ആ സമ്മാനമൊക്കെ കൊണ്ടുവന്ന് നേരെ ഈ ജനിച്ച് വീണ കുഞ്ഞിന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനൊരു ഫീലും ഇല്ല, ആ കുഞ്ഞ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ്. പക്ഷെ അപ്പോൾ ഇവനിത് കാണുമ്പോൾ ഭയങ്കര അപ്സെറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇത്രയും നാളും എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്ന ഗ്രാൻഡ് പാപ്പയും മമ്മിയും ഇപ്പോൾ എന്നെ വിട്ട് അവനെ സ്നേഹിക്കണം, അവളെ സ്നേഹിക്കണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ എല്ലാ സമ്മാനങ്ങളും ഇവന് കൊടുക്കണം. മൂത്ത കൊച്ചിന് കൊടുത്തിട്ട് ആ മൂത്ത കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് കൊടുപ്പിക്കാൻ പണി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യത്തെ ഒരു 1.5 വർഷം ഈ ജനിച്ച കുഞ്ഞിന് ഇത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. ആ കുഞ്ഞിന് സമ്മാനം കൊണ്ടുവരണോ, എന്താ സമ്മാനം എന്നുള്ളത്. പക്ഷേ മൂത്ത കൊച്ചിന് ഭയങ്കര റെക്കഗ്നേഷനാണ്. അതായത് ഇത്രയും ദിവസവും എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഇവർ എനിക്ക് തരാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അല്ലെങ്കിൽ 2 എണ്ണം മേടിക്കണം. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു 1.5 വയസ്സ് കഴിയുമ്പോഴേക്കും ബർത്ത്ഡേ ആയാലും ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ നിൻ്റെയും കൂടി ബർത്ത്ഡേ ആണ്, 2 പേർക്കും സമ്മാനം മേടിക്കണം. ഇൻ ദിസ് ന്യൂ ചൈൽഡ് ദ മോസ്റ്റ്
പ്രൗഡ് പീപ്പിൾ ആർ ദ ഗ്രാൻഡ് പാരൻസ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൗഡ് ഗ്രാൻഡ് പാരൻസ്. നമുക്ക് കുഞ്ഞ് ജനിച്ചാൽ കിട്ടുന്ന ഗ്രീറ്റിങ്സ് പ്രൗഡ് ഗ്രാൻഡ് പാരൻസ് കൊണ്ടാണ്. ഗ്രാൻഡ് പാരൻസ് ആർ പ്രൗഡ് ആൻഡ് ഹാപ്പി. അപ്പോൾ അവരുടെ പ്രാർത്ഥന അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. അവർ ഓൾറെഡി ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ ഫ്രാൻസിസ് ഇപ്പോൾ ഈ ക്രിസ്തുസ് വിവിറ്റിലൊക്കെ പറയുന്നുണ്ട്, യങ്സ്റ്റേഴ്സിനെ ചെയ്യുമ്പോൾ യങ് ഫാമിലീസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യുമ്പോൾ യു ഷുഡ് ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ് ഓഫ് യുവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ അത് വി ഷുഡ് ലേൺ. സോ ദ ഗ്രാൻഡ് പാരൻസ് ഷുഡ് ആൾസോ ഗീവ് ദാറ്റ് എക്സ്പീരിയൻസ്. അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഇതൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് തിയററ്റിക്കലായിട്ട് കിട്ടുന്നതില്ല. അതാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ സ്പിരിച്വൽ ഫോർമേഷനിൽ ഒരു അപ്പൻ സ്പിരിച്വലി അനിമേറ്റ് ആവുന്ന പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ ഗ്രാൻഡ് പാരൻസിൽ നിന്നും വലിയ സ്പിരിച്വൽ പവർ ഈ കുഞ്ഞിലേക്ക് ഒഴുകും. ഏശയ്യ 59:21 പറയുന്നത്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും വചനവും നിന്നിൽ നിന്നോ നിന്റെ മക്കളിൽ നിന്നോ നിന്നെ കുഞ്ഞുമക്കളിൽ നിന്നോ പോകില്ല. അപ്പോൾ ആ രീതിയിൽ ഗ്രാൻഡ് പാരൻസ്. അതുപോലെ തന്നെ സെയിം വേർഡ് എഫീഷ്യൻസ് 3:14 ഈസ് വെരി വാലിഡ്. എഫേസ്യസ് 3:14 ഇക്കാരണത്താൽ എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് അനുസരിച്ച് അവിടുന്ന് തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കുന്നു. അവിടുത്തെ സമ്പന്നത, ഹീസ് ഇൻഫിനിറ്റ്ലി റിച്ച്. ആ ഇൻഫിനിറ്റ് റിച്ചസ് ഓഫ് ദ സ്പിരിച്വൽ പവർ നമ്മൾക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസിലൂടെ ഈ കുഞ്ഞിലേക്ക് ഒഴുക്കാൻ പറ്റും. ഏതായാലും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച് ബ്രദർ. ഇതൊരു ചെറിയൊരു എപ്പിസോഡ് കൊണ്ടൊന്നും പറഞ്ഞാലൊന്നും തീരില്ല. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് പഠിക്കുക. ഏതായാലും താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകർക്ക് ഇത് ഒരുപാട് അനുഗ്രഹമാകട്ടെ, അവർ പഠിക്കട്ടെ, ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ. സോ ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജിൻ ആൻഡ് മീനു. ശരിക്കും ബ്രദർ തോമസ് പോൾ അത് പറയുമ്പോൾ എന്തൊരു നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ആ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും ഇതിനെക്കുറിച്ച് ഇനി കുറച്ചും കൂടെ ആഴത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സോ ചേച്ചിയുടെ സ്വന്തം ബ്രദർ, നമ്മളുടെ സ്വന്തം ജേർണച്ചൻ. നമുക്ക് അച്ഛനിലേക്ക് പോകാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്കിത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഈ വിശുദ്ധ വീതിയിലുള്ളത് എൻ്റെ തന്നെ പെങ്ങളാണല്ലോ. അവളൊത്തിരി ഈ അവളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ചേച്ചി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ബാല്യത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എല്ലാ ധ്യാനത്തിലും എല്ലാ ഇടവകയിലുള്ള സകല ക്രിസ്ത്യൻ ധ്യാനത്തിലും അവളെ വാലും പിടിച്ച് കുഞ്ഞിനെ ഞാനും കുറേ പോയിട്ടുള്ളതാണ്. അങ്ങനെ എനിക്കും കുറേ ഫോർമേഷനൊക്കെ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കും എൻ്റെ ചേച്ചിയുടെ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട് അവർ ഷെയർ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഇത് കുടുംബത്തെ അറിയിക്കുന്നതിനെ പറ്റിയാണല്ലോ. അതിന് മുൻപാർട്ടുണ്ട് കുടുംബത്തെ ഒരുക്കുക എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞതും. ഞാനും അതുപോലെ നന്നായിട്ട് ഒരുങ്ങിയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയോട് ചോദിക്കുവാനും അളിയനോട് ചോദിക്കുവാനും പുതിയ കുഞ്ഞുങ്ങളൊന്നും വരുന്നില്ലേ, പുതിയ അഡീഷൻസ് ഒന്നും ഫാമിലിയിലേക്ക് വരുന്നില്ലേ എന്ന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു മംഗളവാർത്ത തിരുനാൾ, ഈ വർഷത്തെ മംഗളവാർത്ത തിരുനാൾ, അന്ന് രാവിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ഞാൻ കുർബാനയുടെ മുമ്പായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇടവകക്കാരോടൊക്കെ പറഞ്ഞു, ഇന്ന് മംഗളവാർത്ത തിരുനാളല്ലേ, ഈ ഇടവകയിലും ലോകത്തിലൊക്കെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനം എനിക്ക് വലിയൊരു പ്രചോദനം തോന്നി. എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണ്. ദൈവമേ, അങ്ങനെ വലിയ സാധ്യത തന്നെ കാണുന്നില്ലല്ലോ. കാരണം ഞാൻ 2 ദിവസം മുമ്പ് കൂടി ചേച്ചിയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ കുർബാനയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഈ ചിന്ത ഭയങ്കര സ്ട്രോങ് ആയി. ഷീസ് പ്രഗ്നൻറ്റ്. ഞാൻ തിരിച്ച് മുറി വന്നപ്പോൾ അവളുടെ 2-3 മിസ് കോൾ ഓൾറെഡി, ചേച്ചിയുടെ 2-3 മിസ് കോൾ ഓൾറെഡി കിടപ്പുണ്ട്. അണ്ട് അവൾ ചേച്ചി എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചേക്കുവാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും സന്തോഷം തുള്ളിച്ചാടിപ്പോയി. കാരണം കുടുംബം മുഴുവൻ ഇതുപോലെ കാത്തിരിക്കണം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ എനിക്ക് ഈ ഒരു തമ്പുരാൻ എനിക്ക് ചെറിയൊരു പ്രചോദനം തന്നപ്പോൾ ആ വരാൻ പോകുന്ന കുഞ്ഞിന് കൊടുക്കുന്ന വലിയ സമ്മാനം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മുഴുവൻ ചിന്തയും എത്തിച്ചേരേണ്ട സ്ഥലവും. ഓരോ തവണയും
കുഞ്ഞിനെ നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിയും സന്തോഷമായല്ലോ ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞാണ് ആ സന്തോഷം മുഴുവൻ ഐ ആം ദ ഗിഫ്റ്റ് ടു ദിസ് ഫാമിലി ഫ്രം ഗാഡ് എന്ന് പറഞ്ഞ് സ്വീകരിക്കപ്പെടുന്നത്. അതാണ് നമ്മൾ കൺവേ ചെയ്യേണ്ട ഏറ്റവും വലിയ മെസ്സേജും. പക്ഷേ അതിന് വലിയൊരു മറുപുറമുണ്ട്. ഞാൻ അടുത്തിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു ട്രോള് ഇച്ചിരി ക്രൂരമായി പോയി എന്ന് എനിക്ക് തോന്നി. അത് ഇപ്രകാരമാണ്, മലയാളം ട്രോളായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യ മാസം തന്നെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ചങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോമാളിയായ മലയാള സിനിമാകാരൻ വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരു പടം. അതായത് തകർന്നു പോയല്ലോ, പെട്ടുപോയല്ലോ, നാണക്കേടായല്ലോ വിചാരിച്ചിട്ട്. പലപ്പോഴും ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്നൊരു ചിന്ത ഇതാണ്, കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാരെന്നെ വിചാരിക്കും വളരെ ക്രൂരമായ തമാശകളൊക്കെ പറയത്തില്ല, നിനക്ക് ഇതൊക്കെ മാത്രമേ പണിയുള്ളൂ എന്നൊക്കെ രീതിയിൽ നോട്ടവും സംസാരമൊക്കെ ഉണ്ടാവത്തില്ലേ. ഇതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, 2-3 കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം 4ാമത്തെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവനൊക്കെ ഇത് മാത്രമേ പണിയുള്ളൂ, ഇവർക്കൊക്കെ ഇത് മാത്രമേ പണിയുള്ളൂ എന്ന് ക്രൂരമായ രീതിയിൽ ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കുറേ പേര് ചുറ്റുപാടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടുകാരെയും സ്വന്തക്കാരെയും കൂട്ടുകാരെയൊക്കെ അറിയിക്കുക എന്നുള്ള വലിയ ഹെല്ലാണ്. ഇതിന് ചെറിയൊരു മറുമരുന്ന് എനിക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഒരിക്കലും എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ 6ാമത് പ്രഗ്നൻ്റ് ആണ്, ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി, 6ാമതൊരു കുഞ്ഞിനോട് ദൈവം തന്നല്ലോ. ഇത് പറഞ്ഞിട്ട് ചേച്ചി പറയുകയാണ്, അച്ഛാ ആദ്യമായിട്ടൊക്കെ പറയുന്നത് അച്ഛനോടൊക്കെയാണ്, ഞാൻ 1-2 പേരുടെയൊക്കെ പറയുന്നുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട ആദ്യം പ്രോത്സാഹനമാണല്ലോ, റിജക്ഷൻ അല്ലല്ലോ. കാരണം മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ ഓഫീസിലൊക്കെ പറഞ്ഞാൽ കുത്തുവാക്കുകളൊക്കെ, വലിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, കുത്തുവാക്കുകളൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിന് പ്രോത്സാഹനം കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ് എൻ്റെ കുഞ്ഞിനൊന്ന് ബൂസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് പുറത്തൊക്കെ പറയാമെന്നു. അത്ര വിവേകമുള്ള തീരുമാനമാണ് ഈ അമ്മയുടേത്. പ്രിയപ്പെട്ടവരെ, വിവേകത്തോടെ കുടുംബത്തെ ആണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും ബന്ധുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമതായിട്ടുള്ളത് അമ്മയുടെ വലിയ റോളാണ്. പ്രത്യേകിച്ച് അധികം മക്കളൊക്കെ ഉള്ള അമ്മമാരുടെ ഒരു വലിയ റോളാണ്. അടുത്തൊരു കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനോട് അമ്മ പറയണം, മോനെ അല്ലെങ്കിൽ മോളെ, ഈ ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും നീ അമ്മയ്ക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, അതുകൊണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും നിന്നെ വേണം. ഇതാണ് കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കൊടുക്കാവുന്ന ആദ്യ ചിന്ത. ആർക്ക് വേണ്ടേലും അമ്മയ്ക്ക് നീ ദൈവം തന്ന പൊന്നാണ്, മുത്താണ്. അതോടെ കൊച്ചിൻ്റെ വിശ്വാസവും കൊച്ചിൻ്റെ സ്നേഹവും കൊച്ചിൻ്റെ സകലമാന കാര്യങ്ങളും അങ്ങ് സ്വർഗത്തോളം ഉയർന്ന് വലുതാവും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു. മൂന്നാമതായിട്ട് ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്, പ്രത്യേകിച്ച് വീട്ടിലുള്ള പ്രായമായവരോടൊക്കെ. പലപ്പോഴും നമ്മളിങ്ങനെ അറിയാതെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വീട്ടിൽ മൂത്ത മക്കളോട് ഇളയ കുഞ്ഞിൻ്റെ വരവിനെ പറ്റി പ്രത്യേകിച്ച് ഗ്രാൻഡ് മാസും ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറയുന്നൊരു വാക്കുണ്ട്, നിനക്കൊരു എതിരാളി വരുന്നുണ്ട്, ഇപ്പം വേണം നീ സന്തോഷിച്ചോ, നാളെ മുതൽ നിൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ അവരോടൊക്കെ ആയിരിക്കും കൂടുതൽ സ്നേഹം. പിള്ളേരെ ഒന്ന് ചൊടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷെ എന്ത് മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവനൊരു എതിരാളി വരുന്നുണ്ട്, ഒരു ശത്രു വരുന്നുണ്ട്. അപ്പോൾ തന്നെ കില്ലറൊക്കെ മനസ്സിലായി, അവൻ വരുന്നുണ്ട്, അവൻ വന്നാൽ എൻ്റെ സ്ഥാനം പോകും. പ്രിയപ്പെട്ടവർ, അങ്ങനെ അല്ലല്ലോ. അതിന് മറുപുറമല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിനക്കൊരു മുത്ത് വരുന്നുണ്ട്, നിനക്ക് സമ്പത്ത് വരുന്നുണ്ട്, സ്വർഗത്ത് വലിയ സമ്മാനം വരുന്നുണ്ട്, കാത്തിരിക്ക്, പ്രാർത്ഥിക്ക്, കൂടുതലായിട്ട് കൊച്ചു കൊച്ചു പുണ്യങ്ങളൊക്കെ ചെയ്യ്. അങ്ങനെ അതിന് മറുപുറം പറഞ്ഞു കൊടുക്കുക, പിള്ളേരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാതെ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ല, പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വലിയ അബദ്ധങ്ങൾ ഇതിന് പിന്നെ വന്നുകൊണ്ടേയിരിക്കും. അവസാനമായിട്ട് ഞാനൊരു കുഞ്ഞ് സംഭവം പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കണം. ഈ ഭാവം ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ച വളരെ ചുരുക്കം ദമ്പതികളേ ഉള്ളൂ. എനിക്കങ്ങനെ, ഞാൻ കൊച്ചത്തിനൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി പേരൊന്നും കെട്ടിച്ചിടാൻ ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ കെട്ടിച്ച് വിട്ട് എല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിൽ ഒട്ടുമിക്ക ആൾക്കാരും പ്രഗ്നൻ്റൊക്കെ ആയി, ആകാത്തവർക്ക് വേണ്ടി ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കല്യാണം കഴിച്ച് വിട്ട ഒരു ചെറുക്കനും പെണ്ണും ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അവരെ പോയി കാണുകയും അവരുടെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് പോകുന്നതാണ്. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അറിഞ്ഞത് അവൾ പ്രഗ്നൻ്റ് ആയെന്ന്. പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊച്ച് വീട്ടിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്ത്. അവൾ ആദ്യം ചെയ്തത് ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുത്തു, താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. അതൊരു ടീഷർട്ടായിരുന്നു. ടീഷർട്ടിന് മുമ്പിൽ എഴുതിയിരിക്കുന്നു, ദിസ് ഡ്യൂഡ് ഈസ് ഗോയിങ് ടു ബി എ ഡാഡ്. വാട്ട് എ വണ്ടർഫുൾ തിങ്, ദിസ് ഡ്യൂഡ് ഈസ് ഗോയിങ് ടു ബി എ ഡാഡ്. ഇവൻ അച്ഛനാകാൻ പോകുന്ന ടീഷർട്ട്. അപ്പോൾ നേരിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് ചെറുക്കൻ്റെ ചങ്ക് തകർത്ത് കളഞ്ഞു. അത്രയും സന്തോഷമായിപ്പോയി. ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ചെറുക്കൻ്റെ അപ്പനും അമ്മയ്ക്കും, പെണ്ണ് താമസിക്കുന്ന ചെറുക്കൻ്റെ വീട്ടിലാണല്ലോ, ചെറുക്കൻ്റെ അപ്പനും അമ്മയ്ക്കും അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും അതിനേക്കാൾ വലിയ സർപ്രൈസ് കൊടുത്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് എല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്ക് ഇവളാണ് കൊണ്ട് കോഫി പ്രിപ്പയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ കോഫി ഗ്ലാസ് ചായ കുടിച്ച് വരുന്നതോറും എന്തോ ചായ ഗ്ലാസ്സിന് താഴെ എന്തൊക്കെയോ കറുത്ത കളറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുടിച്ചിരുന്ന് നോക്കിയപ്പോഴത്തേക്ക് അപ്പനാണ് ആദ്യം തീർത്ത്. നോക്കിയപ്പോഴത്തേക്ക് യു ആർ ഗോയിങ് ടു ബി എ ഗ്രാൻഡ് പാ എന്നിട്ടൊരു കുഞ്ഞ് കാലിൻ്റെ പടവും. അപ്പോഴത്തേക്ക് അമ്മയും കുടിച്ചു കഴിഞ്ഞു. യു ആർ ഗോയിങ് ടു ബി എ ഗ്രാൻഡ് മാ, താഴെ ഒരു കാലിൻ്റെ പടം. അപ്പനും അമ്മയും ഇങ്ങനെ
അവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്നത് 6-7 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇതെല്ലാം അപ്പുറം സൈഡിൽ നിന്ന് മകൻ ഇതൊന്നും കാണാതെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇവരുടെ എക്സൈറ്റ്മെന്റ്, ഇവർ ഓടി വന്ന് ഇവിടെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കും. ഇതെല്ലാം എന്താ സമ്മാനം? ഇതൊന്നും ഇവർക്കുള്ള സമ്മാനം അല്ല. അതിനേക്കാൾ ഉപരി ഇതൊക്കെ ഈ കുഞ്ഞിനുള്ള സമ്മാനമാണ്. കുഞ്ഞിന് ഇത് വലിയ അക്സെപ്റ്റൻസ് കിട്ടുമല്ലോ. മറുപടി ആശു നോക്കി, ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ കുഞ്ഞിന് മുറിവുകളുണ്ടാവുന്നു, റിജക്ഷൻ ഉണ്ടാവുന്നു, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നു, കുഞ്ഞിന് ഒത്തിരി തകർച്ചകൾ ഉദരത്തിലുണ്ടാവുക. ഇത്ര മനോഹരമായിട്ടാണ് ഇവർ അവതരിപ്പിച്ചത്. അതിനുശേഷം ഇവർ വീണ്ടും ഇവരുടെ വീട്ടിൽ പോയി, അതായത് അവളുടെ വീട്ടിൽ പോയി അവരെ ഇതുപോലെ തന്നെ സർപ്രൈസ് കൊടുത്തു. ഇവരുടെ ഗ്രാൻഡ് മാസിൻ്റെ ഇവരുടെ വല്യപ്പനും വല്യമ്മയൊക്കെ മാറി മാറി താമസിച്ചു. ഇവരെല്ലാവരുടെ വീടുകളിൽ പോയി 2 ദിവസം കൊണ്ട് ഇവർ സകലമാന ആൾക്കാരെ അറിയിച്ച് കൊതിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വലിയൊരു സൂപ്പർ ഗ്രാൻഡ് വെൽക്കം കുഞ്ഞിന് കൊടുത്തു. ഈ ദമ്പതികളാണെന്നറിയണ്ടേ, നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മനു എൽഡ്രിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി അവർ അവരുടെ കുഞ്ഞിൻ്റെ വരവ് ഈ ലോകത്ത് മുഴുവൻ അറിയിച്ചു. അവർ എൽഡ്രി ഇപ്പോൾ ക്യാരിയിങ് ആണ്, എൻ്റെ ചേച്ചിയും ക്യാരിയിങ് ആണ്. ഇതുപോലെ ലോകം മുഴുവൻ ക്യാരിയിങ് ആയി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെ മുറിവ് കിട്ടിയില്ല സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കുടുംബം മുഴുവത്തോടെയൊക്കെ നിന്ന് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണികളായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈ നിമിഷം സ്വർഗത്തിൻ്റെ വലിയ കരം നീട്ടി തൊടണമേ. ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ നിധികളായിട്ട്, സ്വർഗത്തിന് വലിയ സമ്മാനങ്ങളായിട്ട്, കുടുംബത്തിന് അനുഗ്രഹമായിട്ട് പുറത്തേക്ക് വരട്ടെ. അതോടൊപ്പം തന്നെ ഈശോയെ, കുഞ്ഞുങ്ങളില്ലാതെയൊക്കെ മുറിവേറ്റിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, അങ്ങനെ ഇരിക്കുന്ന എല്ലാ ദമ്പതികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കരം ഇടപെട്ട്, സ്വർഗത്തിന് വലിയ ഇടപെടലുണ്ടായി ഒത്തിരി ഉദരഫലങ്ങൾ ഉണ്ടാവട്ടെ. ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് കുഞ്ഞ് വരില്ല എന്ന് നിരാശരായിരിക്കുന്ന ഒത്തിരി പേർക്ക് തമ്പുരാനെ പ്രതീക്ഷയുടെ വലിയ മംഗളവാർത്ത ഈ രാത്രിയിൽ ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ വരവ് അറിയിക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒത്തിരി ദമ്പതികൾ, അധികം മക്കളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ചുറ്റുപാടുകളുടെ പ്രഷർ കൊണ്ടും പ്രലോഭനം കൊണ്ടും ഒക്കെ പറ്റാതെ പോകുന്നവർ, അല്ലെങ്കിൽ നല്ല റിജക്ഷനിൽ ജീവിക്കുന്ന ഒത്തിരി ഗർഭവതികളായ സ്ത്രീകൾ, എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, സ്വർഗത്ത് വലിയ കരുണയോടെ ഇവരെയൊക്കെ നോക്കണമേ. നീ നൽകിയ സമ്മാനങ്ങളല്ലേ ഇവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആ സമ്മാനങ്ങൾ ഈ ഭൂമിക്ക് ഏറ്റവും വലിയ നിധികളായിട്ട് കൊടുക്കാൻ ഇവരെ നീ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇവരുടെ ഭർത്താക്കന്മാർക്ക് വലിയ പ്രകാശം കൊടുക്കണമേ. ഈ ഭാര്യയെ മറ്റാരും സ്വീകരിച്ചില്ലെങ്കിലും കുഞ്ഞിനെ മറ്റാരും സ്വീകരിക്കുന്നില്ലെങ്കിലും കരുതലോടെ ഔസേപ്പിതാവിനെ പോലെ പൊതിഞ്ഞു പിടിച്ച് സ്വീകരിക്കാനുള്ള വലിയ കരുത്തും വലിയ വിശ്വാസവും വലിയ പ്രത്യാശയും ഒക്കെ കൊടുക്കാൻ ഭർത്താക്കന്മാർക്കാവട്ടെ. സ്വർഗത്തിന് വലിയ ശക്തിയെ, മാലാഖമാരെ, ദേവദൂതന്മാരെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഈ നിമിഷം ഞങ്ങൾ കോട്ട കെട്ടിത്തരണമേ. എല്ലാ ഗർഭങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. ഒത്തിരി വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്കുണ്ട് ഈ ഭൂമി നിറയട്ടെ. നമുക്കൊന്നും ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. അച്ഛൻ്റെയും കൂടെ ഇൻപുട്ട് ആയപ്പോഴത്തേക്കും ശരിക്കും വേറൊരു ആംഗിളിൽ നിന്ന് അച്ഛൻ സംസാരിക്കുകയുണ്ടായി. വളരെ ഒരുപാട് ബ്യൂട്ടിഫുൾ ഇൻസൈറ്റ് ആണ് അച്ഛൻ നമ്മളുമായിട്ട് പങ്കുവച്ചത് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ ക്വസ്റ്റ്യൻസോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you, ചേച്ചി. Thank you. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതല്ലുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു.